ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 22 മുതൽ 28 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇവിടെ പറയുന്നത്. 27 നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരാണ്. അപ്പോൾ ഒരു രാശിയിൽ 2.25 നക്ഷത്രം വരും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഏത് രാശിയാണെന്ന് അറിയുവാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് രാശിയാണെന്ന് അറിയാൻ കഴിയും. ജനനസമയം ഇവിടെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിലൂടെ തന്നെ ഏത് രാശിയിലാണ് ജനിച്ചത് എന്ന് പറയുവാൻ കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ഭാരതീയ ആചാരപ്രകാരമുള്ള വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത്. ഭാരതീയ ജ്യോതിഷത്തിനൊരു പ്രത്യേകതയുണ്ട്. പാശ്ചാത്യ ജ്യോതിഷം പോലെയല്ല. ഇവിടെ പ്രവചനങ്ങളല്ല, പ്രവചനങ്ങൾക്ക് പ്രാധാന്യമൊന്നുമില്ല, സൂചനകളാണ് നൽകുന്നത്. ഗ്രഹങ്ങളെ നമ്മൾ ഗ്രഹദേവതമാരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ന ഗ്രഹദേവത ഇന്ന രാശിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചില രാശികളിൽ സഞ്ചരിക്കുമ്പോൾ അനുകൂലവും ചില രാശികളിൽ സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലമല്ലാത്ത അവസ്ഥയും വരുമെന്നും ഗ്രഹദേവതമാരെ നമ്മൾ പ്രാർത്ഥന കൊണ്ട് സംപ്രീതരാക്കുന്നത് കൊണ്ട് നമ്മുടെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുമെന്നും ശുഭഫലങ്ങൾ തടസ്സമില്ലാതെ തന്നെ വന്നു ചേരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇതിലെ പരിഹാര നിർദ്ദേശങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. പലരും ഇങ്ങനെ പറയാറുണ്ട്, ചില സൂചനകളൊന്നും ശരിയായിട്ട് വരുന്നില്ലല്ലോ. പല പല ഘടകങ്ങളുണ്ട്. ജാതകത്തിനാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഉദാഹരണത്തിന് ദശാപഹാരം. ജാതകത്തിലെ ദശാപഹാരത്തിനാണ് 50% പ്രാധാന്യം. പിന്നെയുള്ള 50% അടുപ്പിച്ച് നമ്മുടെ ഈ ചാരഫലം, അതായത് ഇന്ന ഗ്രഹങ്ങൾ ഇപ്പോൾ നിൽക്കുമ്പോൾ ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന ഫലങ്ങൾ വരാം എന്ന് പറയുന്നത് ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. അതുകൊണ്ട് ജാതക സൂചനകൾ എന്താണെന്നറിയണം. പിന്നെ നമ്മുടെ ലാഭസ്ഥാനം, ധനസ്ഥാനം എന്നൊക്കെ പറയും. എന്താ പണം വരാത്ത? ധനസ്ഥാനത്തിന് ബലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ലാഭസ്ഥാനത്തിന് ബലമുണ്ടെങ്കിൽ മാത്രമേ ജാതകത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അധികം പണം വന്ന് ചേരുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് വേദുരിത 12നാണ് ബല കൂടുതൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പണം വന്നാലും ഇങ്ങനെ ചിലവായിക്കൊണ്ടേയിരിക്കും. പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചിലർക്ക് പണം കുറച്ചേ വരികയുള്ളൂ, പക്ഷേ അതവർ വളരെ കൺട്രോൾഡായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ മിച്ചം, അതായത് സേവിങ്സ് ഉണ്ടാവും. ചിലർക്ക് ധാരാളം പണം വന്നിട്ടുണ്ടാവും, പക്ഷെ അത് നിയന്ത്രിച്ച് നിർത്തുവാൻ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ പണം ഇങ്ങനെ ചിലവായി പോയിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് പറയും, ഒന്നും ശരിയാവണില്ല, എന്താ ഇപ്പം ഇങ്ങനെ എല്ലാം ചിലവായി പോകുന്നല്ലോ എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ പ്രോഗ്രാമിൽ പറയാറുണ്ട്, ആചാര്യസ്ഥാനീയർ, നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലെ എക്സ്പേർട്സിൻ്റെ അഡ്വൈസോടുകൂടി, ഉപദേശത്തോടുകൂടി മുന്നോട്ട് പോകും. നമുക്ക് മണി മാനേജ്മെൻറ്റ് ഓർ ക്യാഷ് മാനേജ്മെൻറ്റ് നന്നായിട്ട് മനസ്സിലാകും. പിന്നെ വരുന്ന കാരണവസ്ഥാനീയരാണ്. കാരണവസ്ഥാനീയർ എന്ന് പറയുന്ന കുടുംബത്തിലെ സീനിയേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ളവരായിരിക്കും. അവരുടെ ഉപദേശം കൂടി നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. 60 വയസ്സ് കഴിഞ്ഞവർ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും അവർക്ക്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ എന്താണെന്നറിഞ്ഞ് അവരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ആയിരുന്നു നമ്മുടെ ഒരു പാരമ്പര്യം. പക്ഷെ എങ്ങോ അതൊക്കെ നമുക്ക് അല്പം ഒന്ന് കുറഞ്ഞോ നഷ്ടമായോ എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ട്. അപ്പോൾ കാരണവസ്ഥാനീയരുടെ ഉപദേശത്തോടെ, ആചാര്യസ്ഥാനീയരുടെ ഉപദേശത്തോടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ നമുക്ക് ലഘൂകരിക്കുവാനും, എന്ന് മാത്രമല്ല അതിനേക്കാൾ പ്രാധാന്യം സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തെ സമീപിക്കുവാനും കഴിയും. അതൊരു പ്രാർത്ഥന വളരെയധികം ഉപകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഏത് സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാലും പറയും, പ്രാർത്ഥന കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ അത് നമ്മളെ എത്രത്തോളം ക്രിയേറ്റീവ് ആക്കുന്നു, ഡൈനമിക് ആക്കുന്നു, ജീവിതത്തെ ഊർജ്ജസ്വലതയോടുകൂടി പോസിറ്റീവായിട്ട്, ഓപ്റ്റമിസ്റ്റിക്കായിട്ട് നമുക്ക് എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും പ്രാർത്ഥനയിലൂടെ എന്നുള്ളത് ഇന്ന് സൈക്കോളജിസ്റ്റുകളെല്ലാം അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു പ്രോഗ്രാമാണെന്നത് പ്രത്യേകിച്ച് അറിയുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ സാമ്പത്തികമായിട്ട് മെച്ചമായിട്ടുള്ള സമയമാണെങ്കിലും വരുമാനം ഉണ്ടെങ്കിലും പഴയ വളരെയധികം ബാധ്യതകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അധിക വരുമാനം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല.
അതുകൊണ്ട് അധിക വരുമാനം ഉണ്ടായാൽ തന്നെ വലിയ പ്രയോജനം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പഴയ ബാധ്യതകളെക്കുറിച്ചും നമ്മൾ ചിന്തിച്ച് അത് പ്രാർത്ഥനയിലൂടെ ക്രമേണ കുറച്ച് പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ജീവിതം സന്തോഷകരമാക്കുവാനും ആത്മവിശ്വാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. ഇനി രാശിഫലമാണ്. ആദ്യത്തെ രാശി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകളുണ്ടാകും, അധിക പണച്ചെലവുണ്ടാകും, ചിലവിൽ ഒരു നിയന്ത്രണം പാലിക്കും വളരെയധികം. എന്നാൽ വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. അത് വാക്കുകൾ കൊണ്ട് നമ്മൾ അന്യരെ വിഷമിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. ജോലിയിൽ ഉയർച്ച, ശമ്പളം കൂടുതൽ, അരിയസൊക്കെ വരാം, കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ക്യാഷ് വന്നു ചേരുന്ന സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. എന്നാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ, ലോണൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത്. ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാണ്ട് എപ്പോഴും പുതിയ വാഹനം, പുതിയ ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സ് ലൈക്ക് മൊബൈൽ, ഇങ്ങനത്തൊക്കെ വാങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ക്യാമറ, വെഹിക്കിൾസ്, ബൈക്ക്, ഇതൊക്കെ വാങ്ങാനുള്ളൊരു ടെൻഡൻസി ഇപ്പോൾ ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. കാരണം ഭാവന ഇങ്ങനെ വിടർന്ന് വികസിക്കുന്ന ഒരു സമയമാണ്. കലാ, സാഹിത്യം, സംഗീതം, സിനിമ, TV രംഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് റെക്കഗ്നീഷൻ, അംഗീകാരം, പുതിയ അവസരങ്ങൾ ഇതൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. ഇതിൻ്റെയൊക്കെ യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക. അതുകൂടാണ്ട് തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചുകൊണ്ട് അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങിക്കോളും. എല്ലാ തടസ്സങ്ങളും നീങ്ങും. പഴയ ബാധ്യത വളരെയധികമുണ്ട്, അതുകൊണ്ട് മനസ്സിന് എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ കൂടിപ്പൊക്കോളൂ വെള്ളിയാഴ്ച. അവിടെ നിന്ന് 9 പ്രാവശ്യം കനകധാരാ സ്തോത്രം ജപിക്കുക. ദിവസവും 3 പ്രാവശ്യമെങ്കിലും ജപിച്ചുകൊണ്ട് വേണം ക്ഷേത്രത്തിൽ 9 പ്രാവശ്യം ജപിക്കാൻ. ദേവി എല്ലാത്തിനും ഒരു മാർഗം കാണിച്ചു തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. വിവാഹകാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു വാരമാണ്. വിവാഹകാര്യങ്ങളിൽ ഇപ്പോഴാണ് കാര്യമായിട്ട് ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോവുക. നമ്മുടെ കോൺടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുവഴി ശ്രമിക്കുക. ജാതകത്തിൽ ചൊവ്വാദോഷം, രാഹുദോഷം, കേതുദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പരിഹാരം ചെയ്ത ദോഷങ്ങളുണ്ടെങ്കിൽ കുറയ്ക്കുക. നമ്മൾ കാര്യമായിട്ട് വലിയ ദോഷജാതകമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യമായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് നമ്മുടെ യോജിച്ച രീതിയിലുള്ള ഒരു വിവാഹബന്ധം തന്നെ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, ദൂരദേശത്തും വിദേശത്തും എഡ്യൂക്കേഷൻ, മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, പഴയ കൂട്ടുകാരെയൊക്കെ കാണുവാനും പരിചയം, ബന്ധുത്വമൊക്കെ ഒന്ന് പുതുക്കുവാനുമുള്ള അവസരം ലഭിക്കുമെന്ന് പ്രത്യേകിച്ച് ചെറിയ വാഹനം വാങ്ങാനൊക്കെയുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ വീട് പണി, ഫ്ലാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാവും. അധിക വരുമാനത്തിനുള്ളൊരു യോഗമുണ്ട്. അതായത് പ്രൊമോഷൻ സാധ്യത, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എന്നാൽ അധിക പണച്ചെലവും ഉണ്ടാവും. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, വീടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അധിക പണച്ചെലവുണ്ടാകുന്ന ഒരു വാരവുമാണെന്ന് പ്രത്യേകിച്ചറിയാം. എന്നാൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പിതൃസ്ഥാനീയർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ, പിതൃസ്ഥാനീയർ എന്ന് വെച്ചാൽ അച്ഛനോ അച്ഛൻ്റെ അടുത്ത ബന്ധുക്കൾക്കോ, അതായത് വലിയച്ഛൻ, കൊച്ചു, അങ്ങനെയുള്ള ബന്ധുക്കൾക്ക് ചെറിയ പ്രയാസങ്ങൾ ആരോഗ്യപരമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചിലവുണ്ടാകുമെങ്കിലും പൊതുവെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാൻ ഈ വാരം യോഗം കാണുന്നു. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായിട്ട്, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുവാനായി നാരായണീയം ദിവസവും പാരായണം ചെയ്യുക. ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്തോളൂ. എല്ലാ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും. സന്തോഷമായിരിക്കും. മിഥുനം രാശി. മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ 1/4 ഭാഗം. വൈകാരികമായ ചെറിയ ടെൻഷൻസ് ഗൃഹത്തിലോ ഓഫീസിലോ വന്നു ചേരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ സംസാരം, പ്രവൃത്തി ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം.
പൊതുവെ പവർ ആൻഡ് അതോറിറ്റിയൊക്കെയുള്ള പൊസിഷൻസിലിരിക്കുന്നവർ അവരുടെ ഡിസിഷൻ മേക്കിംഗ് ഡെലിഗേറ്റ് ചെയ്യരുത്, മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്, സ്വയം തീരുമാനമെടുക്കുക. സ്വയം തീരുമാനമെടുക്കുമ്പോഴും നമ്മളൊരു സെക്കൻഡ് തോട്ട് കൊടുത്ത് മാത്രം തീരുമാനമെടുക്കുക. എവിടെയാണോ ലീഗൽ അഡ്വൈസ്, നിയമപരമായിട്ടുള്ള ഉപദേശം വേണ്ടത്, അവിടെ നിയമപരമായിട്ടുള്ള ഉപദേശം സ്വീകരിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അന്യരുടെ സ്വാധീനത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. അത് പിന്നീട് നമുക്ക് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. വസ്തുവിൻ്റെ ട്രാൻസാക്ഷൻ ആയാലും കുടുംബത്തിലെ പാർട്ടിഷൻ ആയാലും, നമ്മൾ ആർക്കെങ്കിലും വീട് റെൻറ്റിന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻ്റർ ചെയ്യുക, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുക, അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യുവാൻ എന്നുള്ള കാര്യം അറിയുക. റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ ട്രേഡിങ്, അതിനൊന്നും അത്ര നല്ല സമയമല്ല. നമ്മൾ ഉദ്ദേശിക്കും അത് വലിയ ലാഭത്തിൽ എത്തുമെന്ന്, എന്നാൽ അത് നഷ്ടത്തിൽ പോകുവാൻ സാധ്യതയേറെയാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയുക. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായിട്ട് ശ്രീകൃഷ്ണ പ്രീതിയാണ് അത്യാവശ്യം വേണ്ടത്. മുകുന്ദാഷ്ടകം ജപിച്ചോളൂ, ദിവസവും ജപിക്കുക 3 പ്രാവശ്യം വെച്ച്, വ്യാഴാഴ്ചകളിലും ബുധനാഴ്ചകളിലും. ബുധൻ അവതാര വിഷ്ണുവിൻ്റെ ദിവസമാണ്, അപ്പോൾ അതുകൊണ്ടാണ് ബുധനാഴ്ചകളിൽ എന്ന് പറഞ്ഞു. വ്യാഴം വിഷ്ണുവിൻ്റെ ദിവസമാണ്. വിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം കൂടി നടത്തിക്കോളൂ. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ, അതായത് വൈകാരിക പ്രയാസങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ നീങ്ങുമെന്ന് മാത്രമല്ല, കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും വരുവാനായി പ്രാർത്ഥന വളരെയധികം സഹായിക്കും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് മാനേജ് ചെയ്ത് പോകുവാനുള്ള ഒരു ഭാഗ്യവും ഭഗവാൻ ഉണ്ടാക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ദൂരയാത്ര, തീർത്ഥാടനം, ഉല്ലാസയാത്ര ഇവയ്ക്കുള്ള ഭാഗ്യമുണ്ട്. വളരെ പ്രതീക്ഷിച്ചിരുന്ന ഏതെങ്കിലും ഒരു കാര്യം നടന്ന് കിട്ടുവാനുള്ള യോഗം ഈ വാരം കാണുന്നു. യാത്രകളിലുള്ള പരിചയം നല്ലൊരു സൗഹൃദമായി തീരുവാനുള്ള ഒരു ഭാഗ്യം. അതുകൊണ്ട് തന്നെ ചില നേട്ടങ്ങൾ ജീവിതത്തിലുണ്ടാകുവാനും ബിസിനസ് പ്രോസ്പെക്ട്സ്, അതായത് ബിസിനസ്സിലെ ഭാവി കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആകുന്നതായിട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ്. ലാഭം വർദ്ധിക്കും. നഷ്ടത്തിലായിരുന്ന ചില ബിസിനസ് അധിക പണച്ചെലവ് ഉണ്ടാകുമെങ്കിൽ തന്നെയും ലാഭത്തിൻ്റെ സൂചനകൾ കാണിച്ച് തുടങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചെലവുകൾ, പ്രത്യേകിച്ച് നമ്മൾ ലക്ഷറിക്ക് വേണ്ടിയിട്ടുള്ള ചെലവുകൾ ഏറുന്ന ഒരു വാരമാണ്. അതായത് പുതിയ മൊബൈലൊക്കെ വാങ്ങുക, അല്ലെങ്കിൽ വാഹനം ഒന്ന് മോടി പിടിപ്പിക്കുക, ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷറി ഐറ്റംസിന് വേണ്ടി പണം ചെലവാക്കുന്ന ഒരു വാരമാണ്. എന്നാൽ വൈകാരികമായി ചെറിയ ടെൻഷൻസ് ഉണ്ടാവും. പലർക്കും, പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞവർക്ക്, 5-ാം വ്യാഴവട്ടം പൂർത്തിയാക്കിയവർക്ക്, 4-ാം വ്യാഴവട്ടം പൂർത്തിയാക്കിയവർക്കും ഈ ചെറിയ പ്രയാസങ്ങളുണ്ടാകും. 48 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു ഏകാന്തത, ഒരു കാര്യമില്ല, എന്നാൽ ഏകാന്തത ഇങ്ങനെ തോന്നിക്കുന്ന ഒരവസ്ഥ, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്, ഇതൊക്കെ അനുഭവത്തിലുണ്ടാവുമെങ്കിലും വിഷമിക്കേണ്ട കാര്യങ്ങളില്ല എന്നുള്ള കാര്യം ആദ്യം അറിയുക. നാരായണീയ പാരായണമാണ് ഉത്തമമായിട്ടുള്ള പരിഹാരം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. നാരായണീയത്തിലെ കാളിയമർദ്ദനം ഭാഗം ഭക്തിപൂർവ്വം കൃഷ്ണസങ്കല്പത്തിൽ രൂപധ്യാനം നടത്തി അങ്ങോട്ട് പാരായണം ചെയ്തോളൂ. നമ്മുടെ ഏകാന്തത മാറും, വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറും, സാമ്പത്തികമായിട്ട് അധിക പണച്ചെലവൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു, അതൊക്കെ അങ്ങോട്ട് പരിഹൃതമാകും. അതായത് അധിക പണം വന്നു ചേരും എന്നുള്ളതിലും സംശയം വേണ്ട. ജാതകം പരിശോധിക്കേണ്ട ഒരു കാലമാണ്. ചില കർക്കിടക രാശിക്കാർ പറയുന്നു അനുകൂലമായിട്ടുള്ള സൂചനകൾ ചിലതൊക്കെ ഉണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ജാതകം ഒന്ന് പരിശോധിച്ചോളൂ. ഇപ്പോൾ കേതുദശ, രാഹുദശ, രാഹുവിൻ്റെ അപഹാരം, കേതുവിൻ്റെ, ശനിയുടെ അപഹാരം, ഇങ്ങനെയുള്ള അപഹാരങ്ങളോ ദശാകാലങ്ങളോ ആണോ എന്ന് പരിശോധിച്ച ജാതകത്തിൽ അതിന് പരിഹാരം ഉടൻ തന്നെ ചെയ്തോളൂ കേട്ടോ. എന്നാൽ ഈ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വലിയ തടസ്സമില്ലാതെ തന്നെ വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. പൊതുവെ യാത്ര, അലച്ചിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കാത്തതിലുള്ള ഒരു ടെൻഷൻ, ഇതൊക്കെ വരുവാനുള്ള സാധ്യത ഏറെയാണ് ഈ രാശിക്കാർക്കെന്നുള്ള കാര്യം അറിയാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ ഒരു താല്പര്യം കുറയാം. ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ട ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിപ്പോൾ എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് പ്രകടമാകുന്ന കാലമാണ്. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ട്രൈ ചെയ്യും, ചിലർക്കൊക്കെ അത് സാധ്യമാകുമെങ്കിലും പൊതുവെ ഒരു ഡൾനെസ്, ഒരു ആത്മവിശ്വാസക്കുറവും
ഇരുന്ന് പഠിക്കാനുള്ള ഒരു കഴിവ് കുറവും കിടക്കാനുള്ള ഒരു ടെൻഡൻസിയും ഒക്കെ വരുന്ന ഒരു സമയമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. ഒരു പ്രായം കടന്നവർക്ക് രക്തദൂഷ്യം, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അവരുടെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ, അതായത് ജോയിൻസിനൊക്കെ പെയിൻ വരാം, മൈഗ്രെയിൻ പോസിബിലിറ്റീസ്, അനാവശ്യമായിട്ട് ടെൻഷൻ, അധിക ചിന്ത, ഇവയ്ക്കൊക്കെയുള്ള സാധ്യതയുണ്ട്. വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നു. യങ്സ്റ്റേഴ്സിന് പ്രണയത്തിന് പറ്റിയ സമയമല്ല, അതിന് അവസരങ്ങൾ വരും എന്നുള്ളതാണ്. വളരെ നിയന്ത്രണം പാലിച്ചതിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്നതാണ് നല്ലത്. കാരണം പഠന കാര്യങ്ങളിൽ താഴേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും എന്നുള്ളത് കൊണ്ട് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനെ സ്ലോ ഡൗൺ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. രാഹു, ശനി ഇങ്ങനെയുള്ള ചില ഗ്രഹസ്ഥിതികൾ, കേതുവിൻ്റെ ഒരു സ്ഥിതിയുമൊക്കെ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നു. യാത്രകളിൽ ചെറിയ മുറിവോ പ്രയാസങ്ങളോ ഒക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് യാത്രയും ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒക്കെ വളരെ ശ്രദ്ധിക്കുകയും രാത്രികാല സഞ്ചാരം കുറയ്ക്കുകയും അടുത്ത ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ച ദിവസവും ശിവാഷ്ടകം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെയും നീങ്ങും. ജീവിതം വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനും മഹാദേവൻ്റെ ഈ അനുഗ്രഹം കൊണ്ട് സാധിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി, ഉത്തര അവസാനത്തെ 1/4 ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വരുമാനമൊക്കെ ഉണ്ടാവും. വരുമാനം വളരെ കോസ്റ്റ്ലി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ചിലവാക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വാഹനം ഒന്ന് റിപ്പയർ ചെയ്യാനോ അതൊന്ന് ബ്യൂട്ടിഫൈ ചെയ്യാനോ വീട്ടിലെന്തെങ്കിലും അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് തന്നെ പണം ചിലവാക്കി കയ്യിലുള്ളൊരു സ്റ്റോക്ക് അങ്ങോട്ട് എക്സോസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിയാം. ഒന്ന് നിയന്ത്രിച്ച് ചിലവാക്കിക്കോളൂ. കാരണം അപ്രതീക്ഷിതമായിട്ട് ചില പണച്ചെലവുകൾ ഈ വാരത്തിൽ വരാനുള്ളൊരു സൂചനയുണ്ട്. അതുകൊണ്ട് അല്പം ഒരു പണം മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. കാരണം അത്യാവശ്യത്തിന് ചിലപ്പോൾ ക്യാഷ് ഷോർട്ടായിട്ട് വരാം എന്നുള്ളതാണ്. അയ്യോ, അതിനു വേണ്ടി ഞാൻ വെറുതെ എടുത്ത് ചിലവാക്കിയല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നാം. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ചിലവുകൾ ഏറി വരാം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് ചില വൈകാരിക പ്രയാസങ്ങളോ എക്സാം റിലേറ്റഡ് അല്ലെങ്കിൽ അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ പ്രോബ്ലംസോ വരാം. ഉദ്ദേശിക്കുന്ന അഡ്മിഷനോ അല്ലെങ്കിൽ എക്സാം പാസോ ഒക്കെ അല്പം ഒരു ഡിലേ, ഒരു താമസം വരാം എന്നുള്ളതാണ്. പല കോഴ്സസിനുമൊക്കെ അഡ്മിഷന് ശ്രമിക്കുന്നവർ നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. കാരണം പലതരത്തിൽ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥ വരാം. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നീക്കുവാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? രാഹുപ്രീതി, സർപ്പപ്രീതി വരുത്തുക. നാഗക്ഷേത്ര ദർശനം, മണ്ണാറശാല, വെട്ടിക്കോട്, പാമ്പുമേക്കാവ്, നാഗരമ്മൻ കോവിൽ, നാഗർകോവിൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ 100 പാലും നൽകുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. മഞ്ഞൾ പ്രസാദം വാങ്ങി ഗൃഹത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് ദിവസവും അല്പം ഒന്ന് ധരിക്കുക. നാഗചൈതന്യം നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. വളരെ കാലത്തെ ചില പ്രയാസങ്ങളൊക്കെ കുറയുന്നതായിട്ട്, നീങ്ങുന്നതായി അനുഭവപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പല കാരണങ്ങൾ കൊണ്ടും ഒരു നിരാശാബോധം ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അല്ല, ഞാനിപ്പോൾ ചെയ്താലിപ്പോൾ എന്താ ശരിയാകാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ എന്തൊക്കെ ശ്രമിച്ചു ഒന്നും ശരിയായില്ലല്ലോ. ജോലിക്കാണെങ്കിൽ അതങ്ങനെ, എക്സാമിലാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ വന്ന് എക്സാം നന്നായിട്ട് പെർഫോം ചെയ്യുവാൻ കഴിഞ്ഞില്ല, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊന്നും വേണ്ടത്ര ആ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല എന്നൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടും, ബിസിനസ്സിലാണെങ്കിൽ ശത്രുത, നിയമപരമായിട്ടുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ കൊണ്ട് പലതരത്തിലുള്ള വിഷമങ്ങൾ കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായതുകൊണ്ട് ഒരു എനർജി ഡ്രൈവ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കേണ്ട കാലമാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നത് നിയന്ത്രണ വിധേയമാക്കേണ്ട ഒരു കാലവുമാണ്. അപ്പോൾ ഒരു പുതിയ എനർജി ലെവൽ വരാനായിട്ട് ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ എന്നുള്ളതാണ്. ആദിത്യ ഹൃദയ സ്തോത്രം സൂര്യൻ ഉദിച്ച ശേഷം കിഴക്ക് ദർശനമായിട്ട് 2 പ്രാവശ്യം ജപിക്കുക. ജയതു ജയതു സൂര്യം സപ്തലോകൈക ദീപം കിരണശമിത പാപം എന്നാരംഭിക്കുന്ന സ്തോത്രമാണ് ജപിക്കേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. മഹാദേവനെ ഞായറാഴ്ചകളിലൊന്ന് വണങ്ങിക്കോളൂ. ഊർജ്ജസ്വലത വന്നു ചേരും എന്നുള്ളതാണ്. രൂപധ്യാനത്തിലൂടെ മനസ്സിൻ്റെ ഊർജ്ജസ്വലത കാര്യങ്ങൾ വിജയത്തിലെത്തിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന ചില വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ
പ്രശ്നങ്ങളും അകൽച്ചയുമൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനും ഈ മഹാദേവനെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹമുണ്ടാകും, ഗൃഹത്തിൽ സന്തോഷം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങും എങ്കിലും അതൊക്കെ അല്പം ഒന്ന് വൈകി മാത്രമേ ലഭിക്കൂ എന്നറിയുക. ആദ്യം അങ്ങോട്ട് ശ്രമിക്കുമ്പോൾ ഒരു സൂചന കാണിച്ചിട്ട് പിന്നെ തടസ്സം ഉണ്ടാവും. ആ തടസ്സം കൊണ്ട് വിഷമിക്കരുത്. യു ഹാവ് ടു മൂവ് ഫോർവേഡ് എന്നുള്ളതാണ്, മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. തടസ്സങ്ങൾ നീങ്ങിക്കോളും എന്നുള്ളതിൽ സംശയം വേണ്ട. വിദ്യാർത്ഥികൾക്കും അവിചാരിതമായിട്ട് ഒരു താല്പര്യക്കുറവ്, പുതിയതായിട്ടൊരു കോഴ്സിന് ജോയിൻ ചെയ്താലും അതിലൊരു വിശ്വാസക്കുറവ്, ഈ കോഴ്സ് എടുക്കണമായിരുന്നു അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെയുള്ള ചിന്ത മനസ്സിനെ അലട്ടുന്ന ഒരു സമയമാണ്. പിന്നെ പ്രണയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം ഒഴിവാക്കി ഇവൻ സൗഹൃദം പോലും ഒരു പരിധി ലംഘിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം പഠന കാര്യങ്ങളിലൊക്കെ താഴ്ച വരുന്ന ഒരു സമയമാണ്. ചെറിയ നിയമപ്രശ്നങ്ങളുടെ ഒരു സാധ്യത കാണുന്നു എന്നുള്ളതുകൊണ്ട് അതിലും ഒരു ശ്രദ്ധ വേണം. അതായത് ലാൻഡ് ട്രാൻസാക്ഷൻ ആയാലും വീട് റെൻ്റ് ഔട്ട് ചെയ്യാനായാലും നമ്മളെ വാഹനം അന്യർക്ക് കൊടുക്കുക, അതൊക്കെ കൊണ്ട് പല പ്രയാസങ്ങളും പിന്നീട് വരാം എന്നുള്ളതുകൊണ്ട് നമ്മൾ അന്യരുടെ വാഹനത്തിൽ കയറി സഞ്ചരിക്കുക. പിന്നെ അന്യരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുക. തൽക്കാലം അതൊന്നും വേണ്ട. പലപ്പോഴും നമുക്ക് സൗഹൃദത്തിൽ ആൾക്ക് വ്യക്തികളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം അവരുടെ അപേക്ഷ കൊണ്ട് വന്നേക്കാം. പക്ഷെ അതിനൊന്നും നല്ല സമയമല്ല. അല്പം ഒരു ദൈവാധീന കുറവുള്ള സമയമാണെന്ന് അറിഞ്ഞോളൂ. ഈ ദൈവാധീനം കുറയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ അത്യാവശ്യമില്ലാത്തതൊക്കെ പറയാൻ തോന്നും, ചെയ്യാൻ തോന്നും. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ സൽപ്പേരിന് കളങ്കം വരാം. അതാണ് ഒന്നാമത്തെ കാര്യം. സൽപ്പേര് മാത്രമല്ലല്ലോ, ജീവിതത്തിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടത്തിൽ പോകാം. അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ബിസിനസ് ഒന്ന് വലുതാക്കാനുള്ളൊരു താല്പര്യം വരും. തൽക്കാലം അത് വേണ്ട എന്നുള്ള കാര്യം അറിയുക. പിന്നെ കുട്ടികളുടെ, ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് ചില നേട്ടങ്ങൾ ഈ വാരം കാണുന്നുണ്ട്. എന്നാൽ അവരുടെ ആരോഗ്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും അറിഞ്ഞോളൂ. പൊതുവെയുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി ഭദ്രകാളി പ്രീതിയാണ് അത്യാവശ്യം. ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. ഭദ്രകാളി സ്തോത്രം, ഭദ്രകാളി 10 എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്തോത്രമുണ്ട്. അത് ദിവസവും ജപിച്ചോളൂ 10 പ്രാവശ്യം. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട എന്നുള്ളതാണ്. കാലത്തെ ഭദ്രമാക്കുന്നവൾ ആരോ, അതാണ് ഭദ്രകാളി എന്നുള്ള കാര്യം അറിയുക. ആ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു കാലം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ കാലമായിട്ട് വിവാഹ കാര്യങ്ങളിൽ ആവർത്തിച്ച് തടസ്സം വന്നിരുന്നവർക്കും ഒക്കെ വിവാഹത്തെക്കുറിച്ചൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുമായി ഇപ്പം ശ്രമിച്ചാൽ ചിലപ്പോൾ വിവാഹം നടന്നേക്കും എന്നുള്ളൊരു തോന്നൽ. കഴിഞ്ഞ കാലത്തെ നിരാശയൊക്കെ അങ്ങോട്ട് മാറിയിട്ട് വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായിട്ട് വ്യക്തമായിട്ട് സൂചനകൾ ലഭിക്കുന്ന ഒരു വാരമാണ് എന്നറിയാം. അതുപോലെ കുടുംബത്തിൽ കുട്ടികളുടെ ജനനം, സന്തതിക്ക് ഉയർച്ച എന്ന് വെച്ചാൽ അവർക്ക് ജോലി ലഭിക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഹൈ മെറിറ്റ്സ് വരിക, കലാ, സാഹിത്യം, സംഗീതം, TV, സിനിമ, ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവിചാരിതമായിട്ടുള്ള ഓഫേഴ്സ്, അവിചാരിതമായിട്ടുള്ള റൈസ്, പ്രമോഷൻ, റെക്കഗ്നിഷൻ, അവാർഡ് ഇതൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. സംഗീതം, നൃത്തം മുതലായ കലാരംഗത്തിലൊക്കെ പുതിയൊരു പ്രവേശം, പുതിയൊരു സ്റ്റാർട്ട്, പുതിയൊരു ആരംഭം ഒക്കെ ഉണ്ടാകുവാൻ ഭാഗ്യമുള്ളൊരു സമയമാണ് എന്നുള്ള കാര്യം അറിയാം. കുടുംബത്തിൽ ചില നേട്ടങ്ങളുടെ സൂചന, പുതിയ വാഹനം വന്നു ചേരുവാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം, അതിനോട് താല്പര്യം വരിക. പഴയ ബാധ്യത, കടമൊക്കെ ഉള്ളവർക്ക് അതൊന്ന് സോൾവ് ചെയ്യാനായിട്ടുള്ള ചില അവസരങ്ങളൊക്കെ ലഭിക്കും. ചില വ്യക്തികളിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നുമൊക്കെ സഹായം, ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങളോ ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലും നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. തടസ്സങ്ങൾ നീക്കുവാനായി ഗണപതി പ്രീതിയാണ് വരുത്തേണ്ടത്. അടുത്ത ക്ഷേത്രത്തിലൊരു ഗണപതി ഹോമം തിങ്കളാഴ്ച നടത്തുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി കിഴക്ക് ദർശനമായിട്ട് 3 പ്രാവശ്യം ദിവസവും ജപിച്ചോളൂ. രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നത് ഏറെ നല്ലത്. എല്ലാ തടസ്സങ്ങളും നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
കുടുംബത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. തീരുമാനങ്ങളിൽ ശുഭത്വം വരും എന്നുള്ളത് ഈശ്വരാധീനം കാണിക്കുന്നു എന്നുള്ളതാണ്. ശുഭത്വം വരും എന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിങ്ങിൽ കുറേ ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ആ ഡൗട്ട്സൊക്കെ അങ്ങോട്ട് മാറി ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. എന്നാൽ ചിലരെ അത് വൈകാരികമായിട്ട് ബാധിച്ചേക്കാം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു സ്നേഹക്കുറവിലോ ചില ചെറിയ അകൽച്ചയിലോ ഒക്കെ കൊണ്ടുചെന്നെത്തിക്കാം. അകാരണമായിട്ട് കോപമൊക്കെ വരുന്ന ഒരു സമയമാണ്. കോപം നിയന്ത്രിക്കണം. പലപ്പോഴും ഒരു എല്ലാ നേട്ടങ്ങളും, അതായത് സാമ്പത്തികമായിട്ട് അല്പം നേട്ടവും അല്ലെങ്കിൽ ജോലിയിൽ അല്പം ഉയർച്ചയും അവിചാരിതമായിട്ടുള്ള ധനാഗമവും ഒക്കെ സൂചനയിലുണ്ട്. സന്തതിയിൽ ഉയർച്ച ഒക്കെ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിലുമൊക്കെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാനൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കഴിയുമെങ്കിൽ തന്നെയും ഒരു ഫ്യൂട്ടിലിറ്റി, എല്ലാ കാര്യത്തിലും ഒരു അർദ്ധരാഹിത്യം തോന്നും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചിന്ത വരും. ഈ ചിന്ത ഒരുപക്ഷെ ശയനസുഖത്തെ, ഉറക്കത്തെയൊക്കെ ബാധിക്കാം. അപ്പോൾ പകൽ ഈ മൈഗ്രെയിൻ, തലവേദന, ക്ഷീണം ഒക്കെ വരാം എന്നുള്ളതാണ്. അധിക ചിന്ത അപ്പോഴും ഉണ്ടാകും. ഇത് മനസ്സിനെ ഒരുപക്ഷെ ഒരു പരിധി വരെ അലട്ടാം. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം യോഗധ്യാനം ശീലിക്കുക. അതുകൂടാണ്ട് നാരായണീയ പാരായണം ഉത്തമം. ശ്രീരാമ അവതാര വർണ്ണനം പാരായണം ചെയ്തോളൂ കേട്ടോ. മനസ്സിന് സമാധാനം ലഭിക്കും. ശ്രീരാമസ്വാമിയുടെ ഒരു സാന്നിധ്യം, ആ പുഞ്ചിരിയോടുകൂടിയുള്ളൊരു സാന്നിധ്യം മനസ്സിന് കുളിർമയും സന്തോഷവും പകരും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ കുടുംബത്തിലും വേണ്ടപ്പെട്ടവരോടുമൊക്കെ നമ്മുടെ പെരുമാറ്റത്തിലും സമീപനത്തിലും വ്യത്യാസവും അതൊക്കെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും എന്നറിഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടി പാരായണം ചെയ്തോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. കുംഭം രാശി, അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പല മാറ്റങ്ങളും വന്നു ചേരുന്ന ഒരു വാരമാണ്. ഒരുപക്ഷെ വാസസ്ഥാനത്തിൽ ഒരു മാറ്റം വരാം, അത് താമസത്തിൽ ഒരു മാറ്റം വരാം, അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങാം, ഫ്ലാറ്റ് വാങ്ങാം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണെന്ന് പ്രത്യേകിച്ചറിയാം. ദൂരദേശ യാത്രകളുണ്ടാകും. പക്ഷെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എന്തെങ്കിലും ഒക്കെ വരാം. അതായത് ഇതിന് അധിക പണച്ചെലവ് വരുന്നല്ലോ, അധിക പണച്ചെലവ് ആയല്ലോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകും. ഇതിനൊക്കെ ഒരു ക്യാപിറ്റൽ എങ്ങനെയാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇനിയുള്ള ആ ഒരു 1 ഇയർ പീരീഡ് ഒന്ന് എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നൊക്കെയുള്ള ചിന്തയുണ്ടാകും. ചില ചുമതലകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു ശ്രമവും ഉണ്ടാകുന്നുള്ളതാണ്. എന്നാൽ അതൊക്കെ നമുക്ക് ചുമതല ഏറ്റെടുക്കേണ്ട ചില സാഹചര്യങ്ങൾ വരുന്നതുകൊണ്ട് അതൊന്നും സാധ്യമല്ല. അതായത് അതിൽ നിന്നൊന്നും മാറി നിൽക്കാൻ പറ്റില്ല. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിച്ചോളൂ. കൂട്ടുകാരുമൊത്തുള്ള ഈ കുറച്ച് നമ്മുടെ സോഷ്യലൈസേഷനൊക്കെ ഒന്ന് കുറയ്ക്കണം. അതുപോലെ നമ്മുടെ സൽപ്പേരിന് പ്രയാസങ്ങൾ വരാത്ത രീതിയിൽ പെരുമാറ്റം നമ്മളൊന്ന് കൺട്രോൾ ചെയ്തോളൂ. ഓഫീസിലായാലും ഗൃഹത്തിലായാലും പൊതുസ്ഥലത്തായാലും. അത് ഒരു പക്ഷേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കാത്ത വാക്ക് ചിലപ്പോൾ നമ്മൾ വായിന്ന് വരാം. അല്ലെങ്കിൽ പ്രതികരിക്കാൻ ആഗ്രഹമില്ലാതിരുന്ന സമയത്ത് അറിയാണ്ട് പ്രതികരിച്ച് അതുകൊണ്ടുള്ള ചില വൈകാരിക പ്രയാസങ്ങളും ശയനസുഖക്കുറവും ഉറക്കത്തിൽ ആ ഒരു സുഖക്കുറവ്, ഡിസ്റ്റർബൻസ് വന്നിട്ട് പകൽ അതിൻ്റെ ഒരു ആഫ്റ്റർമത്തായിട്ട് ഒരു ക്ഷീണവും ഇറിറ്റബിലിറ്റിയും ഒക്കെ വരാം. പെട്ടെന്ന് അങ്ങോട്ട് കോപം ആവശ്യമില്ലാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യം കാണുന്നുണ്ട്. വാഹനത്തിന് ചെറിയ റിപ്പയർ വർക്കൊക്കെ കാണുന്നുണ്ട്. അടുത്ത ക്ഷേത്രത്തിൽ നിന്ന് ജപിച്ച നൂല് വാങ്ങി ധരിക്കേണ്ട, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് ജപിച്ച് നൂല് വാങ്ങി ധരിക്കേണ്ട ഒരു കാലമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അതുപോലെ ഭദ്രകാളി സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ കാര്യങ്ങളും ദേവി ഭദ്രമാക്കി തരും എന്നുള്ളതാണ്. ആ ജപത്തിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഫലം. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് 18 പ്രാവശ്യം ചൊവ്വാഴ്ചകളിൽ ജപിക്കുന്നത് ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. മീനം രാശി, പുരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പണമൊക്കെ വരുന്നുണ്ടാവും. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുട്ടികളിൽ നിന്നും വരുമാനം അല്ലെങ്കിൽ അവരുടെ സഹായമൊക്കെ ലഭിക്കാൻ, അവരൊരു പ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലി കാര്യങ്ങളിൽ ഒരു തീരുമാനം ഇതൊക്കെ ഉണ്ടാകാനും, സന്തതിക്ക് ഉയർച്ച, അവരുടെ വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനം, ഇവയ്ക്കൊക്കെയുള്ള യോഗമുണ്ട്. സ്വന്തം വിവാഹകാര്യങ്ങളിലും ഒരു തീരുമാനം ഉണ്ടാകുവാൻ ഭാഗ്യമുള്ള സമയമായതുകൊണ്ട് കാര്യമായിട്ട് ശ്രമിച്ചോളുക എന്നുള്ളതാണ്. ആ യൗവനത്തിലെ വിവാഹപ്രായത്തിലെത്തിയവർക്കൊക്കെ വിവാഹം ആലോചിക്കുവാൻ പറ്റിയൊരു സമയമാണ്. കാരണം ഏഴശനിയുടെ ഒരു കാലമായതുകൊണ്ട് ഇനി അങ്ങോട്ട് പലതരത്തിലുള്ള തടസ്സങ്ങൾ അവിചാരിതമായിട്ട് വരാം. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും വിവാഹം അങ്ങനെ പെട്ടെന്ന് നടക്കണമെന്നില്ല. അതുപോലെ വിവാഹം അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അതൊരു നിശ്ചയമോ വിവാഹത്തിലോ എത്തിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം
ജീവിത പങ്കാളിയുമായി പോലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഉള്ളൊരു സാധ്യത, ചെറിയൊരു അകൽച്ച, വേണ്ടപ്പെട്ടവരുമായിട്ട് കുടുംബത്തിൽ പാർട്ടിഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രയാസങ്ങൾ ഗൃഹത്തിലോ ഓഫീസിലോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഗൃഹത്തിലെത്തുമ്പോൾ ഓഫീസിലെ പ്രയാസങ്ങൾ ഒരുപക്ഷെ നമ്മളിൽ ഇറിറ്റബിലിറ്റി ഉണ്ടാകും, പെട്ടെന്ന് കോപ സ്വഭാവം, പ്രതികരിക്കേണ്ടാത്ത കാര്യങ്ങൾക്ക് പോലും പ്രതികരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഈ രാശിക്കും പ്രകടമായി കാണുന്നുണ്ട്. ശനിയുടെ ചില സ്വഭാവങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഡൾനെസ്, പഠന കാര്യങ്ങളിലൊരു താല്പര്യക്കുറവ്, ശരീരത്തിന് ക്ഷീണം, ഇരുന്ന് പഠിക്കാനുള്ളൊരു കഴിവ് കുറവ്, ഈ രാശിയിൽ ജനിച്ച ചെറിയ കുട്ടികൾക്കൊക്കെ ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ, കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് പഠന കാര്യങ്ങളൊരു താല്പര്യക്കുറവും അനുസരണക്കുറവും, വീട്ടിലതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും ഒക്കെ സൃഷ്ടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം വേണ്ടത് ഔചിത്യപൂർണ്ണമായിട്ടുള്ള സംഭാഷണവും ഔചിത്യത്തോടുകൂടിയുള്ള പെരുമാറ്റവുമാണ്. സ്വയം ഒരു നിയന്ത്രണം. അതിന് സരസ്വതിയുടെ അനുഗ്രഹമാണ് ആവശ്യം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി എന്നുള്ള ആ സ്തോത്രം 9 പ്രാവശ്യം ദിവസവും ജപിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അടുത്ത ദേവീക്ഷേത്രമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച അവിടെ നിന്ന് ജപിച്ചോളൂ സരസ്വതി സ്തോത്രം. മനസ്സിന് നിയന്ത്രണം ഉണ്ടാകും. ഒരു ശരിയായിട്ടുള്ളൊരു പാതയിലൂടെ പോയി കാര്യങ്ങൾ വിജയത്തിൽ കൊണ്ട് എത്തിക്കുവാൻ ദേവി സഹായിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സരസ്വതി ക്ഷേത്രമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവിടെ ദർശനം നടത്തിക്കോളൂ. കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ദർശനം നടത്തിക്കോളൂ. വെള്ളിയാഴ്ചകൾക്ക് പ്രാധാന്യത്തോടെ എല്ലാ പ്രയാസങ്ങളും ദേവി നീക്കിത്തരും. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും കുറഞ്ഞു വരും. സന്തോഷമായിരിക്കും. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. സെലക്റ്റഡ് മെയിൽസിന് ഈ പ്രോഗ്രാമിലൂടെ തന്നെ റിപ്ലൈ കിട്ടും എന്നുള്ള കാര്യം അറിയാം. അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കംപ്ലീറ്റ് നെയിം ഉണ്ടായിരിക്കണം. എവിടെ നിന്നാണ് ആ മെയിൽ അയക്കുന്നത്, പ്ലേസ്, നെയിം ഓഫ് ദി പ്ലേസ് അതുണ്ടായിരിക്കണം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിക്റ്റ് മതി. നക്ഷത്രവും എഴുതിയിട്ടുണ്ടായിരിക്കും. എന്താണ് അറിയേണ്ട, വിവാഹ കാര്യമാണോ, എഡ്യൂക്കേഷനാണോ, എഡ്യൂക്കേഷൻ മുന്നോട്ട് പോകാത്തതാണോ, അതോ ബിസിനസ്സിലെ ലോസ് ആണോ, ഏത് ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ബിസിനസ് ആണ് നല്ലത്, വെദർ ഈ ബിസിനസ് സ്യൂട്ടബിലിറ്റി ഉണ്ടോ അതോ ജോലിയാണോ എന്നല്ല, ഇങ്ങനെയുള്ള ഏത് ചോദ്യവും വേണമെങ്കിലും ചോദിക്കാം. വളരെ സ്പെസിഫിക് ആയിരിക്കണം ചോദ്യം എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ഇനി മെയിൽസിലേക്ക് കിടക്കാം. ആദ്യത്തെ മിസ്റ്റർ ഡാനി കെൽ ഗോവയിൽ നിന്നാണ്. മൈ രാശി ഈസ് ടോറസ്, വാട്ട് ഈസ് മൈ നക്ഷത്രം എന്ന് ചോദിച്ചിട്ടുണ്ട്. മൈ രാശി അത് മൂൺ സൈൻ ആണ്. മൂൺ സൈൻ ഈസ് ടോറസ് ആൻഡ് വാട്ട് ഈസ് മൈ രാശി. മൈ വൈഫ് ഈസ് എ മലയാളി, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യു ഫോളോ മലയാളം ടു സം എക്സ്റ്റെൻറ്റ്, ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. Your moon sign is Taurus according to the date of birth given, and your nakshatram is Rohini. I'm doing a restaurant business. Some past debt is troubling me. പഴയ കടം എന്തോ പ്രയാസം ഉണ്ടാക്കുന്നു അല്ലേ. Some past debt is troubling me. My wife is Sagittarius moon sign, and wife's nakshatram according to the date given is Puradam. Any chance of tiding over the present tensions regarding my past debt? How did the debt come? You have not mentioned. You said that the restaurant is going on very well, and how did the debt come? That is something which you have not mentioned. Anyway, Rohini Nakshatram, you are running a better period, and financially you are going to be more stable, more income will be there, and use it judiciously. Your wife Nakshatram Puradam is also or will be running a better period, and within the next 9 months you are likely to solve most of your problems. If you are doing it very intelligently, managing it very intelligently, you will be able to solve almost all the problems regarding finances or past debt. So concentrate, seek the help of Acharya Sthaniyar and Karanama Sthaniyar, and you'll be able to tide over all these problems very easily, and you'll be in a comfortable position by the end of the 9th month from now. Be happy and confident. Everything is going to come out very well. രണ്ടാമത്തെ മെയിൽ സൗഭാഗ്യവതി നിമിഷ റാം കൊച്ചിയിൽ നിന്നാണ്. My nakshatram is Vishakam, part Englishilum Malayalathiluമാണ്. My nakshatram is Vishakam. ബിസിനസ്, ടെക്സ്റ്റൈൽ ബിസിനസ്സാണ്. ഇറ്റ്സ് നോട്ട് ഗോയിങ്, നന്നായിട്ട് പോകുന്നില്ല. പലരും ക്യാഷ് തരാനായിട്ടുണ്ട്. എങ്ങനെയാണ് ഭാവി എന്ന് ചോദിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ, വിശാഖ നക്ഷത്രം തുലാക്കൂറാണ്, അത് അത്ര നന്നായിരുന്നില്ല. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ഫുൾ എനർജിയിൽ മുന്നോട്ട് പോയിക്കോളൂ. ഇനി അനുകൂലമായിട്ടുള്ള സമയമാണ് സാമ്പത്തികമായിട്ട്. പ്രത്യേകിച്ച് അടുത്ത 7 മാസത്തിനകം തന്നെ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ തരേണ്ടവർ കുറച്ച് പേരൊക്കെ പണം അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. യുൽ ബി എ സക്സസ് ഇൻ ടെക്സ്റ്റൈൽ ബിസിനസ്. അതായത് ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ വിജയം ഉണ്ടാവും. അതുവഴി ധാരാളം പണം വന്നോളും. അതുകൊണ്ട് പലരും തന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകുന്ന കാലം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത 7 മാസം വളരെ പ്രധാനമാണ്. മഹാലക്ഷ്മി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പൊയ്ക്കൊള്ളുക. കനകധാരാ സ്തോത്രം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. ദേവിയുടെ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടാവും. പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇനി അടുത്ത മെയിൽ ശ്രീ ധർമ്മവതി ചിദംബരം മകൾ മ്യൂസിക് ടീച്ചറാണ്. 32 വയസ്സ്. അവിട്ടം നക്ഷത്രം, മകര രാശി, വിവാഹം. അവിട്ടം നക്ഷത്രം, മകരം രാശി. തന്നിരിക്കുന്ന സമയം അനുസരിച്ച് മകരം രാശി തന്നെയാണ്. അല്പം ഒരു മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അടുത്ത കുംഭം രാശിയിലേക്ക് പോകും എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ കറക്റ്റ് ടൈം ആണെന്നുള്ള വിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ പറയുകയാണ്. 7 ശനിയുണ്ട് ലഗ്നാൽ. അതുകൊണ്ടാണ് വിവാഹം വൈകുന്നത്. കലാപരമായിട്ടുള്ള കഴിവ് തുടരുക. അതിലൂടെ ധാരാളം പണവും അംഗീകാരവും വിദേശത്ത് നിന്ന് ധനം വരാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ ഓൺലൈൻ മ്യൂസിക് ടീച്ചിങ് ഒക്കെ ആരംഭിച്ചോളൂ. യു ആർ ലൈക്ലി ടു ഗെറ്റ് എ ലോട്ട് ഓഫ് അതായത് ധാരാളം ആൾക്കാർ പുറത്തുനിന്ന് പഠിക്കാനും വരും. കാരണം ധനലക്ഷ്മി കടന്ന് വരാനുള്ളൊരു ഭാഗ്യം ജാതകത്തിലുണ്ട്. അതുകൊണ്ട് മ്യൂസിക് കണ്ടിന്യൂ ചെയ്തോളൂ. അതാണ് ഫീൽഡ്. ദാറ്റ് ഈസ് യുവർ ഫീൽഡ്. യു വിൽ കം അപ്പ് വെരി വെൽ എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുമെന്ന് മാത്രമല്ല, വിവാഹം നടക്കുവാൻ ഭാഗ്യമുള്ള ഒരു സമയം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഒരു 2026 മധ്യത്തിന് ശേഷമാണ് വിവാഹത്തിന് കൂടുതൽ നല്ല സമയം. എന്തായാലും 2026 ജൂണിനും 2027 ഏപ്രിലിനും ഇടയ്ക്കുള്ള സമയത്ത് വിവാഹം നടക്കുവാനും കുടുംബസ്ഥയാകുവാനും ഉള്ള ഭാഗ്യമുണ്ട്. ഇപ്പോഴും തിരക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ശ്രമിച്ചാലും നടക്കാം. എന്നാൽ അപ്പോഴായിരിക്കും, ഇപ്പോൾ വിവാഹം കഴിഞ്ഞാലും അപ്പോഴായിരിക്കും ഒരു സെറ്റിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുവാൻ കഴിയുക. അതായത് 2026 അവസാനം അല്ലെങ്കിൽ 2027 ആദ്യ ഭാഗത്ത് ജീവിതത്തിൽ ഒരു സെറ്റിൽ ലൈഫും നേട്ടങ്ങളും സന്തോഷവും ഒക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. ശിവപാർവതി സ്തോത്രം ജപിച്ചോളൂ ദിവസം കേട്ടോ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. പ്രോഗ്രാം വാച്ച് ചെയ്യുക. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.